നമ്മളെ മാത്യു സാറല്ലേ? എന്തു പറ്റി? പറയാം. എല്ലാം പോയപ്പാ. ആശാനെ ആശാനെ, ആശാൻ പറഞ്ഞ സാധനം. ആ കൊള്ളാം, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അക്കാര്യം ഞാനേറ്റ്. രാത്രി ചരക്കെത്തിക്കാനുള്ള. മമ്മതേ ഇതും കൂടെ അതിൽ മിക്സ് ചെയ്ത് നോക്ക്. കണ്ട കണ്ട, ഇതാണ് ഐഡിയ. ഒന്ന് മണപ്പിച്ച് നോക്കട്ടെ. നീ തന്നെ. കാത്തു നിന്നും അടുത്തപ്പോ ഞങ്ങൾ അകത്ത് കയറിയിരുന്നു. ഓഹോ, എഴുന്നേക്ക്. എഴുന്നേക്കാൻ. എത്രയുണ്ടോ പെട്ടിയില്? 50. ഏറിപ്പോയാൽ 1. എടാ, നിനക്ക് 50 1 കിട്ടുമ്പോ 10 അവൻ കൊണ്ടുപോകും അല്ലേ? ഓ, ഞങ്ങളുടെ ബിസിനസ് എന്തു ആകട്ടെ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഞങ്ങൾക്കിപ്പോ ഒന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഇതുപോലെ മാസാമാസം 5-6 കിട്ടിയാ കൊള്ളാം. അതിന് നീ ഞങ്ങളെ സഹായിച്ചാൽ നിനക്ക് അവൻ തരുന്ന ഈ 1 പകരം ഞങ്ങൾ തരാമടാ 5. 50-50. ഓക്കേ? അടിക്കടോ. 50-50. പിന്നെ പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ അവൻ നിന്നോട് ചെയ്യുന്ന ചതി. മേരി മേരി ആ പത്രോസിന്റെ യോഗമാണേ ഒരു യോഗം. സത്യം പറഞ്ഞാൽ മേരി ഇപ്പോഴും സുന്ദരി തന്നെയാണേ. അത് വേണ്ടായിരുന്നു. കിട്ടുന്നത് വാങ്ങായിരുന്നില്ലേ? പിന്നെ കാല് വാരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോ 5 or 10 ഒക്കെ തന്നിരിക്കും. കാല് വാരണോന്നില്ലടോ, പറഞ്ഞാ പോരെ. എന്ന് തമാശയ്ക്ക് പോലും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കടപ്പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന എന്നെ ഈ നിലയിലാക്കിയത് പത്രോസാ. അത് മറന്നിട്ടുള്ള കളി വേണ്ട. അതൊക്കെ പോട്ടെ. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വന്നതാ. നമ്മുടെ കുഞ്ഞുമോക്കൊരു പയ്യൻ. ആരാ ഇവൻ? എന്റെ പേര് ജോയ് ചെറിയാൻ. ഇതിൽ ഈ ചെറിയാനെന്ന് പറഞ്ഞ പാർട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അതെന്റെ അപ്പനാ. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ മരിച്ചു. പിന്നെ അമ്മാച്ചന്മാരുടെ കസ്റ്റഡിയിലായിരുന്നു. 1-2 ലോറികളൊക്കെ ഉള്ള ചോട്ടാ മുതലാളിമാര്. മകനെ പോലെ വളർത്തിയെന്നൊക്കെ അവര് പറയും. പക്ഷെ ഫലത്തില് അവരുടെ ലോറികളുടെ കിളിയായിരുന്നു. 10ാം ക്ലാസ് പാസ്സായപ്പോ കിളി പറന്ന് എറണാകുളത്ത് വന്നു. ഡ്രൈവറായി. 1 ലോറി വാങ്ങി.
2 ലോറി വാങ്ങി. പിന്നെ അങ്ങോട്ട് ഇപ്പം 10-50 എണ്ണം ഉണ്ട്. കുടുംബ മഹിമ നോക്കിയാ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനിക്കതില്ല. ഇനി പത്രോസ് ചേട്ടന് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. താനെന്നാ വീട്ടിലോട്ട് വരുന്നേ? എടോ, പെണ്ണിനെ കാണണ്ടേ അതോ തന്റെ ലോറിയുടെ എണ്ണ അവളോട് പറഞ്ഞാ മതിയോ? എന്താ? പോത്തനുപദേശി എന്റെ അപ്പനാ, ഒന്ന് കാണാൻ വന്നതാ. ഞങ്ങൾക്ക് അപ്പനോട് അല്പം സംസാരിക്കാനുണ്ട്. ഇവിടെ നിൽക്കൂ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്റെ പത്രോസ് കുട്ടിയെ, ഈ അഗതി മന്ദിരത്തിന്റെ വാതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന വല്ലവരും കണ്ടാ മതി ഈ കല്യാണം മുടങ്ങാൻ. അമ്മച്ചി ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അപ്പാ, കുഞ്ഞുമോൾക്കൊരു വിവാഹം ഞങ്ങളെ കൂടെ നിശ്ചയിച്ചു. അടുത്ത ഞായറാഴ്ച എറണാകുളത്ത് വെച്ചാ കല്യാണം. അപ്പം വരണം. പെണ്ണിന്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവനും അവന്റെ ബന്ധുക്കൾക്കും ഒക്കെ അറിയാം. നിങ്ങൾ ഇങ്ങനെ അനാഥ മന്ദിരത്തിൽ വന്ന് കിടക്കണമെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടും പറ്റൂല. അവൻ വലിയ പണക്കാരനാ, 100 ചില്ലുവാന ലോറിയും ഇഷ്ടംപോലെ റബ്ബർ തോട്ടം ഒക്കെ ഉള്ളവനാ. ഇല്ലയോടാ പത്രോസ് കുട്ടി? അപ്പം വന്നേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ കല്യാണത്തിന്റെ തലേദിവസം വന്നാലും മതി. കെട്ട് കഴിഞ്ഞ് പിറ്റേന്ന് പോരാ, ഞാൻ തന്നെ ഉണ്ടാക്കാം. നീ ഉണ്ടാക്കിയ എല്ലാ ഐശ്വര്യത്തിന്റെ പിന്നിൽ ഒരു പെണ്ണിന്റെ പണം ഉണ്ടായിരുന്നു. ദൈവത്തിനു മുമ്പിൽ വെച്ച് അവൾ എന്നോട് സത്യം ചെയ്തതാ. എല്ലാം പറഞ്ഞിട്ടാണ് അവൾ നിന്നെ വിവാഹം കഴിച്ചത്. പക്ഷേ നിന്റെ ഈ തള്ള അത് നിന്നോട് പറഞ്ഞില്ല. ക്ഷമിക്കാവുന്ന തെറ്റുകുറ്റങ്ങളെ അവൾ ചെയ്തിട്ടുള്ളൂ. അവളുടെ അപ്പൻ ചങ്ക് പൊട്ടി മരിച്ചു. നീ ഉപേക്ഷിച്ചു പോയി അവളെ നോക്കാൻ അവളുടെ ബന്ധുക്കൾ തയ്യാറായില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇത് എന്റെ തലയ്ക്ക് എന്നെ വട്ട് പിടിച്ചോ? എന്റെ പത്രോസ് കുട്ടിയോട് ഞാൻ എന്നാ പറഞ്ഞില്ലെന്നാ ഇത് ഞാൻ പറയുന്നേ? ആ മതി, കഴിഞ്ഞത് കഴിഞ്ഞു. ഉപേക്ഷിച്ചത് തന്നെ. അപ്പം വീട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ? 6-ാം പ്രമാണം ലംഘിച്ചവനാ നീ. മിന്നുകെട്ടിയ ഭാര്യ ജീവിച്ചിരിക്കെ മീൻകാരിയെ കൂടെ പൊറപ്പിക്കുന്നവൻ. പത്രോസേ, നീ പോയിക്കോ, അപ്പം വരില്ല. മോളെ, നീ കരയണ്ട. നിനക്കെങ്കിലും ദൈവം നല്ലത് വരുത്തട്ടെ. നമുക്ക് പോകാം. ഇത് എന്നെ കാണാൻ വരണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അസൂയ എങ്ങർക്ക്, സ്വന്തം ഭാര്യയോട് മക്കളോട് പോലും അസൂയ. പാടി എടാ പത്രോസ് കുട്ടി, വാ. മോൾ അച്ചായനെ കണ്ടോ? മോന്റെ പപ്പയെ കണ്ടോ? ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ, അതാ മോന്റെ പപ്പ. വാ, കരയണ്ട, വാ. ആ